ഈ KTDC ചെയർമാൻഷിപ്പ് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ നമ്മളാണ് പുറത്തേക്ക് വിടുന്നത്. പക്ഷേ CITUവിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിലടക്കം അദ്ദേഹമുണ്ട്. അതെല്ലാം ഒഴിവാകും എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ, അല്ലേ? സനീഷ്, തീർച്ചയായും PK ശശിയുമായിട്ടുള്ള ബന്ധം CPIയും പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. പ്രാഥമികമായി പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ഏറെക്കുറെ പുറത്താക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ബ്രാഞ്ചിലാണെങ്കിൽ പോലും ബ്രാഞ്ച് പരിപാടികൾക്കകത്തൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ഏറ്റവും ഒടുവിൽ LDFന്റെ വികസന ജാഥ MP ഗോവിന്ദൻ നയിച്ചിരുന്ന ജാഥ പാലക്കാട് എത്തിയപ്പോഴും അതിനോട് നിസ്സഹകരിക്കുന്ന സമീപനമാണ് PK ശശിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് കോൺഗ്രസുമായി ശശി അടുക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇപ്പോൾ ഈ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതിൽ പാലക്കാട് ജില്ലാ നേതൃത്വം ശക്തമായി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. പാലക്കാട് CPMുമായി വലിയ അകൽച്ചയിലായിരുന്നു PK ശശി ഉണ്ടായിരുന്നത്. പൂർണ്ണമായും പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഘട്ടത്തിൽ കൂടിയാണ് CPM പാലക്കാട് ജില്ലാ നേതൃത്വം അദ്ദേഹത്തിന്റെ രാജി പാർട്ടിയോട് ശക്തമായി തന്നെ ആവശ്യപ്പെട്ടത്. അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി തന്നെ ഏതെങ്കിലും തരത്തിലൊരു ബന്ധം PK ശശിയുമായി ഇല്ല, വലിയ പ്രശ്നങ്ങൾ ശശിയുമായി ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോഴും ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അതിന് തുടർച്ചയായി ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇനി ഈ പറയുന്ന CITUവിന്റെ ഭാരവാഹിത്വം അതിൽ നിന്ന് ഒഴിയാനുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ശരി, നന്ദി അർജുൻ ആ വിവരങ്ങൾക്ക്.